ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. PSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ സിലബസിനകത്ത് പാർട്ട് 4 അവിടെ വ്യക്തമായിട്ട് നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും. ദേശീയ ചിഹ്നം, ദേശീയ ഗീതം, ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. പിന്നെ പറഞ്ഞിരിക്കുന്ന 2 കമ്മീഷനാണ്, ഒന്ന് മനുഷ്യാവകാശ കമ്മീഷനും മറ്റൊന്ന് വിവരാവകാശ കമ്മീഷനും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ട് നമുക്ക് എടുത്തു പറഞ്ഞിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ 4ാമത്തെ ഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ 5ഉം 6ഉം നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തു. ഇനി 4ാമത്തെ കാര്യത്തിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ പലരും സയൻസിൻ്റെ ക്ലാസ്സിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ക്ലാസ് ഒക്കെ ഉണ്ട്. കാരണം നമുക്കത് ഇതൊന്ന് സെറ്റ് ആക്കിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ നമുക്ക് ദേശീയ ചിഹ്നത്തിലേക്ക് പോകാം. ദേശീയ ചിഹ്നം നമുക്കറിയാം സിംഹമുദ്രയാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ എംബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഈ സിംഹമുദ്രയാണ്. സിംഹമുദ്ര എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലുള്ള അശോക സ്തംഭത്തിൽ നിന്നുമാണ് എന്തെടുത്തിട്ടുള്ളത്? സിംഹമുദ്ര എടുത്തിട്ടുള്ളത്. ഒരു പ്രീവിയസ് ഇയർ ഒരു LGSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നുള്ളത്. അപ്പൊ അതിനകത്ത് അവർ കുറച്ച് ഓപ്ഷൻ തന്നു. അതിനകത്ത് സാരാനാഥ് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ സാരാനാഥ് എവിടെയാണ്? ഉത്തർപ്രദേശാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഈ ലയൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഈ സിംഹമുദ്രയാണ് എന്തെന്ന് പറയുന്ന നമ്മുടെ നാഷണൽ എംബ്ലം അല്ലെങ്കിൽ ദേശീയ ചിഹ്നം. ഇനി ഈ ദേശീയ ചിഹ്നം ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് 1950 ജനുവരി 26-നാണ്. ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ് അല്ലേ? എന്താ? നമ്മുടെ റിപ്പബ്ലിക് ഡേ. ഇപ്പോൾ റിപ്പബ്ലിക് ഡേയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിച്ചെടുക്കാം. റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് എന്തെന്ന് പറയുന്ന നമ്മുടെ ഈ സിംഹമുദ്ര നമ്മൾ ഒഫീഷ്യലി എന്തായത് അംഗീകരിച്ചത്. അപ്പം 2 കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? സിംഹമുദ്രയാണ്. സിംഹമുദ്ര എവിടുന്ന് എടുത്തിരിക്കുന്നത്? അശോക സ്തംഭത്തിൽ നിന്നുമാണ് അല്ലെ. അപ്പൊ അശോക സ്തംഭത്തിൽ നിന്നും എടുത്ത സിംഹമുദ്ര നമ്മൾ ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്തു? അംഗീകരിച്ചതാണ് 1950 ജനുവരി 26. മറക്കരുത്. ദെൻ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു സാരാനാഥ് ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് എന്തിരിക്കുന്നത്? സിംഹമുദ്ര എടുത്തിരിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ഈ സിംഹമുദ്ര ഉണ്ടല്ലോ, ഈ ലയൺ എംബ്ലം ഉണ്ടല്ലോ, ഇതിന്റെ താഴെ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ്? സത്യമേവ ജയതേ. നമ്മുടെ അശോക സ്തംഭത്തിൽ നിന്നെടുത്ത ഈ സിംഹമുദ്രയുടെ താഴെ ആലേഖനം ചെയ്തിരിക്കുന്നതാണ് സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന് പറയുന്നത് മുണ്ടക ഉപനിഷത്തിൽ നിന്നും എടുത്തിരിക്കുന്ന വാക്യമാണ്. ഇതൊക്കെ PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. സത്യമേവ ജയതേ എടുത്തിരിക്കുന്ന ഏത് ഉപനിഷത്തിൽ നിന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. മുണ്ടകോപനിഷത്തിൽ നിന്നും എടുത്തിരിക്കുന്നതാണെന്ത്? സത്യമേവ ജയതേ. അപ്പൊ നമ്മൾ ഈ അശോക സ്തംഭം പറഞ്ഞു. അശോക സ്തംഭത്തിലെ സിംഹമുദ്രയെ കുറിച്ചാണ് അല്ലെ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടാം, അശോക സ്തംഭത്തില് എത്ര മൃഗങ്ങളുണ്ട്? അല്ലെങ്കിൽ അശോക സ്തംഭത്തില് ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? വളരെ സിമ്പിൾ ആണ്. അശോക സ്തംഭത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങളാണ് സിംഹം, കാള, കുതിര, ആന എന്ന് പറഞ്ഞ് 4 മൃഗങ്ങളല്ല അശോക സ്തംഭത്തിലുള്ളത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചല്ലോ. അപ്പം അശോക സ്തംഭത്തില് ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് സിംഹം, കാള, കുതിര, ആന. ഈ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. ഇത് ലയണാണ്, കാള എന്താണ്? ഓക്സ് ആണ്, കുതിര എന്ന് പറയുന്നത് എന്താണ്? ഹോഴ്സ് ആണ്. ദെൻ ആനയ്ക്ക് എന്ത് പറയാം? എലിഫന്റ് പറയാം. അപ്പൊ നമുക്കതിനെ ഇങ്ങനെ ഓർത്ത് വെക്കാം, ഹോഴ്സ്, ദെൻ ഓക്സ്, ദെൻ ലയൺ, എലിഫന്റ്. കണ്ടോ? അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. അതായത് നമ്മുടെ അശോക സ്തംഭത്തിൽ ഒരു ഹോൾ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. സിമ്പിൾ അല്ലേ? അശോക സ്തംഭത്തിൽ ഒരിക്കലും ഞാൻ നിന്ദിക്കുമല്ല കേട്ടോ. അശോക സ്തംഭത്തിൽ ഒരു ഹോൾ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. പഠിക്കാൻ എളുപ്പത്തിനാണ്. അപ്പൊ നമുക്ക് തെറ്റിപ്പോകില്ല ഏതൊക്കെ മൃഗം ഉണ്ടെന്ന്. ഈ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H for horse, O for ox, L for lion and E for elephant. അപ്പൊ ഇങ്ങനെ 4 ടൈപ്പ് മൃഗങ്ങളാണ് അശോക സ്തംഭത്തിലുള്ളത്. എന്നാൽ ക്വസ്റ്റ്യൻ ഒന്ന് മാറി. ഇങ്ങനെ ചോദിച്ചെങ്കിലോ, അശോക സ്തംഭത്തിലെ ആകെ മൃഗങ്ങളുടെ എണ്ണം എത്ര? ആകെ മൃഗങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. ഇത് 4 അല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ 8 ആവും? ഇത്രയേ ഉള്ളൂ. സിംഹം 5 സിംഹം ഉണ്ട്. 5 സിംഹം ഉണ്ട്. ദെൻ ഒരു കാള, ഒരു കുതിര, ഒരു ആന.
അപ്പൊ നിങ്ങൾ അശോകസ്തംഭം നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ 5 സിംഹം നോക്കും അല്ലെ? വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഒരു സർക്കുലർ അബാക്കസിന്റെ മുകളിലാണ് എന്തിരിക്കുന്നത്? സിംഹം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒന്ന് ഫ്രണ്ടിലേക്കും പിന്നെ ഇങ്ങനെ സൈഡിലേക്ക് നിൽക്കുന്ന സിംഹങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ അവിടെ 4 സിംഹങ്ങളുണ്ട്. അതായത് 4 ദിശകളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന 4 സിംഹങ്ങൾ അവിടെയുണ്ട്. ഓക്കെ, അതായത് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, ഇങ്ങനെ 4 ഭാഗത്തേക്കും തിരിഞ്ഞു നിൽക്കുന്ന 4 സിംഹങ്ങളാണ് എവിടെയുള്ളത്? ആ സർക്കുലർ അബാക്കസിന് മുകളിലായിട്ട് ഉള്ളത്. അപ്പൊ അവിടെ 4 സിംഹമായേ. ഈ 4 സിംഹം സിംബലൈസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിളാണ്. PC എന്ന് ഓർത്ത് വയ്ക്കുക. PC. അതിൽ ഒരു സിംഹം ചെയ്യുന്ന P4 എന്താണ്? പ്രൈഡ്, അഭിമാനമാണ് അല്ലെ? നെക്സ്റ്റ് C എന്താണ്? കോൺഫിഡൻസ് ആണ്. PC, ഇനി ഒരു PC കൂടി ഉണ്ട്. എന്താണ്? P4 എന്താണ്? പവർ. C കറേജ്. അപ്പൊ ഈ 4 സിംഹം സിംബലൈസ് ചെയ്യുന്ന ഇതാണ്. P പവർ, C കറേജ്, ദെൻ P എന്താണ്? പ്രൈഡ്, C കോൺഫിഡൻസ്. അതായത് ഈ 4 കാര്യങ്ങളാണ് ഈ സർക്കുലർ അബാക്കസിന് മുകളിൽ നിൽക്കുന്ന 4 സിംഹങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി 5 സിംഹം എന്നല്ലേ പറഞ്ഞ, ഇനി ഒരു സിംഹം കൂടി ഉണ്ടല്ലോ. അതെവിടെയാണ്? ഈ സർക്കുലർ അബാക്കസില് ആലേഖനം ചെയ്തിരിക്കുന്ന 4 മൃഗങ്ങളെയാണ്. അത് ഏതൊക്കെയാണ്? ഒരു സിംഹം അവിടെയുണ്ട്, ദെൻ ഒരു കാളയുണ്ട്, ഒരു ഹോഴ്സ് ഉണ്ട്, ഒരു എലിഫന്റ് ഉണ്ട്. അപ്പൊ എത്രയായി? മുകളിലത്തെ 4ഉം ഈ ആലേഖനം ചെയ്തിരിക്കുന്നിടത്ത് ഒരെണ്ണം കൂടി ആയപ്പോൾ ടോട്ടൽ എത്രയായി? 5 സിംഹങ്ങളാണ് നമ്മുടെ ഈ അശോക സ്തംഭത്തില് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ഇനി നാഷണൽ എംബ്ലം പഠിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു പേരാണ് ദീനാനാഥ് ഭാർഗവ. ദീനാനാഥ് ഭാർഗവ ആരാണെന്നായിരിക്കാം. ദീനാനാഥ് ഭാർഗവ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഒരു മാനുസ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ മാനുസ്ക്രിപ്റ്റില് ഈ അശോക സ്തംഭം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഫേമസ് പെയിന്റർ ആയിട്ടുള്ള ദീനാനാഥ് ഭാർഗവ. നന്ദലാൽ ബോസിന്റെ ശിഷ്യനായിരുന്നു ആരെന്ന് പറയുന്ന ദീനാനാഥ് ഭാർഗവ. ഓക്കെ, അപ്പൊ ഇദ്ദേഹമാണ് അശോക സ്തംഭം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ രൂപകൽപ്പന ചെയ്ത. കോൺസ്റ്റിറ്റ്യൂഷന്റെ പേജ് എടുക്കുമ്പോൾ നമുക്ക് കാണാം അല്ലെ, അവിടെ ഒരു അശോക സ്തംഭത്തിന്റെ ആ ഒരു എംബ്ലം അവിടെയുണ്ട്. അപ്പൊ നമ്മുടെ ആ നാഷണൽ എംബ്ലം കോൺസ്റ്റിറ്റ്യൂഷന്റെ മാനുസ്ക്രിപ്റ്റിൽ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ദീനാനാഥ് ഭാർഗവ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ദേശീയ മുദ്രയെ കുറിച്ച് പഠിച്ചു വെക്കാനുള്ളത്. ഒരു തവണയും കൂടി പറയാം. ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? സിംഹമുദ്രയാണ്. സിംഹമുദ്ര എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലെ സാരാനാഥ് ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. അപ്പൊ നമ്മുടെ ഈ സിംഹമുദ്രയെ ഒഫീഷ്യലി അംഗീകരിച്ച വർഷമാണ് 1950 ജനുവരി 26. ഞാൻ പറഞ്ഞു ഇന്ത്യ റിപ്പബ്ലിക് ആയതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാം. ദെൻ ഈ നമ്മുടെ സിംഹമുദ്രയുടെ താഴെ എഴുതിയിരിക്കുന്നതാണ് എന്ത്? സത്യമേവ ജയതേ എന്ന് പറയുന്ന വാക്യം. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. പിന്നെ ഇതിനകത്ത് ടോട്ടല് 8 മൃഗങ്ങളുണ്ട്. 5 സിംഹവും പിന്നെ കാള, കുതിര, ആന. ഇത് ഓർത്ത് വെക്കാനായിട്ട് നമ്മളിങ്ങനെ പഠിച്ചു. ഹോള് അല്ലെ, ഹോൾ എന്നൊരു കാര്യമാണ് പഠിച്ചത്. അപ്പോൾ ഓർത്ത് വെക്കുക. ലയൺ എത്ര ഉണ്ട്? 5 ഉണ്ട്. അങ്ങനെ ടോട്ടൽ 8 മൃഗങ്ങളുണ്ട്. 4 ടൈപ്പ് മൃഗങ്ങളാണ് എന്തിലുള്ളത്? ഈ മുദ്രയിലുള്ളത്. പിന്നെ ദീനാനാഥ് ഭാർഗവയെ കുറിച്ച് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ എന്ത് പഠിക്കാനായിട്ട്? ദേശീയ ചിഹ്നം കഴിഞ്ഞു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ പതാകയാണ്. നമ്മുടെ ദേശീയ പതാക അറിയപ്പെടുന്ന പേരാണെന്ത്? ത്രിവർണ പതാക. ത്രിവർണ പതാക, വർണ്ണം നിറം, 3 നിറങ്ങളുള്ള പതാകയാണ് നമ്മുടെ ദേശീയ പതാക. ദേശീയ പതാകയിലെ 3 നിറങ്ങളാണ് ഏതൊക്കെ? കുങ്കുമ നിറം, വെള്ള നിറം, പച്ച നിറം. ദേശീയ പതാകയുടെ മുകളിലായി കാണപ്പെടുന്നത് കുങ്കുമ നിറമാണ്. കുങ്കുമ നിറം സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? കുങ്കുമ നിറം പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? ധീരതയെയും ത്യാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്ന കളറാണെന്ത്? കുങ്കുമ നിറം അല്ലെ. ദെൻ നമുക്കറിയാം മധ്യത്തിലായിട്ട് വെളുപ്പ് നിറമുണ്ട്. വെളുപ്പ് നിറം പ്രതിനിധാനം ചെയ്യുന്ന എന്തിനെയാണ്? സമാധാനത്തെയും സത്യസന്ധതയെയും പ്രതിനിധാനം ചെയ്യുന്ന നിറമാണ് വെളുപ്പ് നിറം. പിന്നെ താഴെ നമുക്ക് എന്തുണ്ട്? പച്ച നിറമുണ്ട് അല്ലെ. പച്ച നിറം പ്രതിനിധാനം ചെയ്യുന്ന എന്തിനാണ്? സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും പ്രതിനിധാനം ചെയ്യുന്ന നിറമാണ് ഏത്? പച്ച നിറം. അപ്പൊ ഇന്ത്യൻ ദേശീയ പതാകയിലെ 3 നിറങ്ങളാണ് കുങ്കുമ നിറം, വെള്ള നിറം, പച്ച നിറം. അപ്പൊ ഇത് എന്തിനേക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കൂടി പഠിക്കുക. കുങ്കുമ നിറം നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. സംതിങ് കണക്റ്റഡ് ടു അവർ ബ്ലഡ് അല്ലെ, ബ്ലഡുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാം. അപ്പൊ നമുക്കറിയാം ബ്ലഡ് എന്താണ്? ധീരതയെ കാണിക്കുന്ന ഒരു കളറാണ് നമുക്ക് പറയാം. അപ്പം ധീരതയെയും അതുപോലെ തന്നെ എന്താണ്? ത്യാഗത്തെയും. ധീരന്മാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ത്യാഗം ചെയ്യാൻ കഴിയുള്ളൂ അല്ലെ. അപ്പൊ ധീരതയെയും ത്യാഗത്തെയും കാണിക്കുന്നതാണ് കുങ്കുമ നിറം. പിന്നെ വെള്ളം നമുക്കറിയാം
സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്നൊക്കെ പറയാറില്ലേ, വെള്ള കളർ. അപ്പൊ സമാധാനമാണ്, സത്യസന്ധതയും കാണിക്കുന്നു. പച്ച നമുക്കറിയാം ഫലഭൂയിഷ്ഠതയും സമൃദ്ധിയെയും കാണിക്കുന്നതാണ്. ഇനി ഇത് കൂടാതെ നമ്മുടെ ഈ വെള്ള നിറവിലെ നടുവിലായിട്ട് വരുന്ന വെള്ള നിറത്തിൽ ഒരു ചക്രം ഉണ്ടല്ലോ, അശോക ചക്രം അല്ലെ. അശോക ചക്രത്തിന്റെ നമുക്കറിയാം 24 ആരക്കാലുകളുണ്ട്. അരക്കാലല്ല, ആരക്കാലുകള് എന്തിലുണ്ട്? അശോക ചക്രത്തിലുണ്ട്. അപ്പൊ ഈ അശോക ചക്രത്തിന് കൊടുത്തിരിക്കുന്ന എന്ത് കളറാണ്? നേവി ബ്ലൂ. മലയാളത്തില് നാവിക നീല എന്ന് വിളിക്കുക. അപ്പൊ നാവിക നീല കളറാണ് എന്തിനാ? അശോക ചക്രത്തിന് കാണപ്പെടുന്ന നിറം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ദേശീയ പതാക ഒഫീഷ്യലി അംഗീകരിച്ചത്, ഔദ്യോഗികമായി അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. തെറ്റിക്കരുത്. ദേശീയ ചിഹ്നം അംഗീകരിച്ചു എന്നായിരുന്നു 1950 ജനുവരി 26 ആണെങ്കിൽ ദേശീയ പതാക അംഗീകരിക്കുന്നത് 1947 ജൂലൈ 22. നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി എന്ന് പറയുന്ന അറിയാലേ, ദീർഘചതുര ആകൃതിയാണ്. ദീർഘചതുരാകൃതിയാണ് ദേശീയ പതാകയ്ക്കുള്ളത്. അതായത് നീളവും വീതിയും തമ്മിലുള്ള ഒരു അനുപാതമുണ്ട്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണേത്? 3:2. ഇനി തിരിച്ചു ചോദിക്കുകയാണെന്നിരിക്കട്ടെ, വീതിയും നീളവും തമ്മിലാണെന്നുകൊണ്ട് വരുവാണെങ്കിൽ 2:3. അപ്പൊ തന്നിരിക്കുന്ന കണക്ക് ശ്രദ്ധിക്കണം. നീളമാണ് 3, വീതി എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പം 3:2 എന്നുള്ളതാണ് നീളവും വീതിയും തമ്മിലുള്ള ആ ഒരു അംശബന്ധം. ഇനി നമ്മുടെ നാഷണൽ ഫ്ലാഗ് എല്ലാ തുണിയിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കണമെങ്കിൽ എന്തേ പറ്റുള്ളൂ? ഖാദി തുണി അല്ലെങ്കിൽ കൈത്തറി തുണിയിലാണ് നാഷണൽ ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണി ഏതാന്ന് ചോദിച്ചാൽ അത് ഖാദി തുണി അല്ലെങ്കിൽ എന്താണ്? കൈത്തറി തുണിയാണ്. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. ഓക്കെ, പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാക. പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാക എന്ത് ചെയ്തിരിക്കുന്നത്? രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിംഗലി വെങ്കയ്യ. ദെൻ നെക്സ്റ്റ് പതാക. നമുക്കറിയാം പതാക, നമ്മുടെ ദേശീയ പതാക നിർമ്മിക്കുന്നത് എവിടെയാണ്? ഹൂബ്ലിയിലാണ്. കർണാടകയിലെ ഹൂബ്ലിയിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? നമ്മുടെ ദേശീയ പതാക നിർമ്മിക്കാറുള്ളൂ. അപ്പൊ ദേശീയ പതാക നിർമ്മിക്കുന്ന സ്ഥലമാണ്, ഒഫീഷ്യലി ദേശീയ പതാക നിർമ്മിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്ന കർണാടകയിലെ ഹൂബ്ലി. ഇനി ഇന്ത്യയിൽ നമുക്ക് നാഷണൽ ഫ്ലാഗ് കോഡൊക്കെ നിലവിൽ വന്നായിരുന്നു അല്ലേ. അപ്പൊ ദേശീയ പതാക നിയമം നിലവിൽ വന്നത് ഓർത്ത് വെക്കണം. 2002 ജനുവരി 26-നാണ് ദേശീയ പതാക നിയമം നിലവിൽ വന്നത്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദേശീയ പതാക നിയമം നിലവിൽ വന്നത് വർഷം ചോദിച്ചാൽ 2002 ജനുവരി 26. ഇപ്പൊ ഇവിടെ നമ്മൾ ടോട്ടൽ 3 വർഷം പഠിച്ചു. ഒന്ന് നമുക്കറിയാം നാഷണൽ എംബ്ലത്തിന്റെ പഠിച്ചു, എന്താ ഒഫീഷ്യലി അതിനെ അംഗീകരിച്ചതാണല്ലേ പഠിച്ചത്. അതുപോലെ തന്നെ ദേശീയ പതാക ഒഫീഷ്യലി അംഗീകരിച്ചത് പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? ദേശീയ പതാക നിയമം നിലവിൽ വന്ന വർഷവും പഠിച്ചു. ഇനി പതാകയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണെന്ത്? വെക്സില്ലോളജി. ഓക്കെ, പതാകകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെട്ട പേരാണ് വെക്സില്ലോളജി. ഈ ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഒന്നും വിട്ടുകളയാനില്ല. നമ്മൾ ഈ നിറങ്ങളൊക്കെ വിട്ടുകളഞ്ഞാലും ചിലപ്പോൾ പണി കിട്ടും. ഒരു വില്ലേജ് മാൻ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ഉൾപ്പെടാത്ത നിറം ഏത്? എന്നിട്ട് ഓപ്ഷൻ വന്നു കുങ്കുമ നിറം, വെള്ള നിറം, പച്ച നിറം, ചുവപ്പ് നിറം അല്ലെ. നമുക്കറിയാം ദേശീയ പതാകയിൽ ഇല്ലാത്ത നിറം എന്ന് പറയുന്ന ഏതാണ്? ചുവപ്പ് നിറമാണ്. ഞാൻ പറഞ്ഞത് എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇതെല്ലാം ആവശ്യമായിട്ട് വരും. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ എന്ത് പഠിച്ചു? ദേശീയ ചിഹ്നം പഠിച്ചു, ദേശീയ പതാക പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് ദേശീയ ഗാനത്തെ കുറിച്ച് പഠിക്കാം. നമ്മുടെ ദേശീയ ഗാനം നമുക്കറിയാലേ, ജനഗണമന എന്ന് ആരംഭിക്കുന്നതാണ് എന്താ? നമ്മുടെ ദേശീയ ഗാനം. ദേശീയ ഗാനം എഴുതിയതാരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാന്ന് ചോദിച്ചാൽ ബംഗാളിയാണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ. ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. രചയിതാവാരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. നമ്മുടെ ദേശീയ ഗാനത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച വർഷമാണ് 1950 ജനുവരി 24. കണ്ടോ, 1950 ജനുവരി 24-നാണ് ദേശീയ ഗാനത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ബംഗാളി ഭാഷയിലാണെന്ത് ഇദ്ദേഹം ഈ ദേശീയ ഗാനം രചിച്ചത്. ഇനി ദേശീയ ഗാനത്തിന്റെ രാഗമാണ് ശങ്കരാഭരണം. ശങ്കരാഭരണം രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ ഗാനത്തിന് കമ്പോസ് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ. ഓക്കെ, ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രാഗം ചോദിച്ചിട്ടുണ്ട് മുമ്പ്, രാഗം ഏതാണ്? ശങ്കരാഭരണം. ഓക്കെ,
ഇനി ദേശീയ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന സമയമാണ് എത്ര? 52 സെക്കൻഡ്. 52 സെക്കൻഡ് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. 52 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗാനം ആലപിക്കുന്നത്. ഇനി ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയമാണ് 20 സെക്കൻഡ്. ഓക്കെ, 52 സെക്കൻഡ് ആണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്നതിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയമാണ് 20 സെക്കൻഡ്. ദെൻ നമുക്കറിയാം നമ്മുടെ 1950 ജനുവരി 24 ദേശീയ ഗാനം അംഗീകരിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ദെൻ ഭാരത് വിധാത എന്ന് പറഞ്ഞുള്ള ടൈറ്റിലിൽ ആദ്യമായിട്ട് തത്വബോധിനി പത്രികയിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ജനഗണമന പ്രസിദ്ധീകരിക്കുന്നത്. ജനഗണമന ആദ്യം അറിയപ്പെട്ടിരുന്ന പേരും ഇങ്ങനെ തന്നെയാണ്. എന്താണ്? ഭാരത് വിധാത എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ ഭാരത് വിധാത എന്ന ടൈറ്റിലിൽ തന്നെയായിരുന്നു തത്വബോധിനി പത്രികയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ദേശീയ ഗാനം പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് അതിനെ എന്ത് ചെയ്തു? ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്താണിത് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി, രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനത്തേക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത രവീന്ദ്രനാഥ ടാഗോർ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് അവർ നാഷണൽ ആന്തം എന്താണ്? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ദേശീയമായി ആലപിച്ചത് എവിടെ? 1911 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ. ഓക്കെ, ദെൻ അമർ സോന ബംഗ്ല എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ചതും ആര് തന്നെയാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദേശീയ ഗാനം എന്നുള്ള പാർട്ടിൽ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ 1950 ജനുവരി 24 എന്ത് ചെയ്യുന്നത്? ദേശീയ ഗാനം ഒഫീഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത്. ദേശീയ ഗാനം പഠിച്ചു. മറ്റൊന്ന് ദേശീയ ഗീതം. ദേശീയ ഗീതമാണേത്? വന്ദേ മാതരം അല്ലെ? നമ്മുടെ ദേശീയ ഗീതം അറിയപ്പെടുന്ന പേരാണ് വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എന്ത് ചെയ്തത്? വന്ദേ മാതരം രചിച്ചത്. പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ. PSC ആൻസർ കീ അനുസരിച്ച് ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിച്ചിരിക്കുന്നത്. ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ നടന്ന ഒരു സംഭവമാണ് എന്താ? വന്ദേ മാതരത്തിന്റെ ഭാഷയെ ചൊല്ലി. വന്ദേ മാതരം എന്ന് പറയുന്ന ഭാഷ രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷ എന്നാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ദെൻ 1950 ജനുവരി 24 എന്ത് ചെയ്തത്? വന്ദേ മാതരത്തെ നമ്മൾ ഔദ്യോഗികമായി അംഗീകരിച്ചത്. അപ്പൊ നമ്മുടെ ദേശീയ ഗാനവും ഗീതവും ഒഫീഷ്യലി അംഗീകരിച്ചു എന്നായിരുന്നു 1950 ജാനുവരി 24. ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട് അല്ലെ? ഗീതവും ഗാനവും ഒരേ ദിവസമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അംഗീകരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിലാണ് എന്ത് രചിച്ചത്? വന്ദേ മാതരം രചിച്ചത്. വന്ദേ മാതരത്തിന്റെ രാഗമാണ് ദേശരാഗം. ഓക്കെ, ദേശരാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയതായിരുന്നു ശങ്കരാഭരണം അല്ലെ? ഇനി വന്ദേ മാതരം ദേശരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ വ്യക്തിയാണ് ആര്? ജാദുനാഥ് ഭട്ടാചാര്യ. ജാദുനാഥ് ഭട്ടാചാര്യയാണ് എന്ത്? വന്ദേ മാതരത്തിനെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ദേശീയ ഗാനം കമ്പോസ് ചെയ്ത ആരായിരുന്നു? ആരായിരുന്നു? ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണെങ്കിൽ ഇവിടെ ദേശീയ ഗീതം കമ്പോസ് ചെയ്താണ് ജാദുനാഥ ഭട്ടാചാര്യ. നെക്സ്റ്റ് നമുക്കറിയാം ഈ വന്ദേ മാതരം ആനന്ദമഠം എന്ന നോവലിലാണ് വന്ദേ മാതരം ഉള്ളത്. അതായത് സന്യാസി കലാപത്തെ ബേസ് ചെയ്തുകൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണെന്ത്? ആനന്ദമഠം. സന്യാസി കലാപത്തെ ആധാരമാക്കി അടിസ്ഥാനപ്പെടുത്തി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണേത്? ആനന്ദമഠം. ആ ആനന്ദമഠത്തിലാണ് എന്തുള്ളത്? വന്ദേ മാതരം ഉള്ളത്. ഓക്കെ, അപ്പൊ ആനന്ദമഠം രചിച്ചിരിക്കുന്ന ബംഗാളി നോവലാണ്, ബംഗാളി ഭാഷയിലാണ്. 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ വേദിയിൽ വെച്ചാണ് ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്നത്. ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിച്ചത് 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമായി ദേശീയ ഗാനവും ഗീതവും ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. രണ്ടും ആലപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിൽ വെച്ചാണ്. പക്ഷെ വർഷം മാത്രം വ്യത്യാസമുണ്ട്. ദേശീയ ഗാനം അതായത് ജനഗണമന ആലപിക്കുന്ന 1911 കൊൽക്കത്ത സമ്മേളനത്തിലും 1896 കൽക്കട്ട സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്ന വന്ദേ മാതരം ആദ്യമായിട്ട് രവീന്ദ്രനാഥ ടാഗോർ ആലപിക്കുന്നത്. തെറ്റിക്കല്ല. ദെൻ നമുക്കറിയാം വന്ദേ മാതരം ഞാൻ പറഞ്ഞു സന്യാസി കലാപത്തെ ബേസ് ചെയ്ത് എഴുതിയതാണ്. ആ വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. 1882 ആനന്ദമഠം രചിക്കുന്നത്. ഓക്കെ, 1882. ഇനി ഈ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. നമുക്കറിയാം മലയാളം, തമിഴ്, ഇങ്ങനെ പല ഭാഷകളിലേക്ക്, അതുപോലെ ഉറുദു,
അസാം, ഇങ്ങനെ പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയ വ്യക്തിയാണ് അരബിന്ദോ. ഓക്കെ, അരബിന്ദോ ഘോഷാണ് വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് വന്ദേ മാതരം ഈസ് നോൺ ആസ് മദർ ഐ ബോ ടു ദീ. ഓക്കെ, മദർ ഐ ബോ ടു ദീ എന്നുള്ളതാണ് എന്താ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയത് അരബിന്ദോയാണ്. കർമ്മയോഗി എന്ന് പറയുന്ന മാസികയിലാണ് എന്ത് വരുന്നത്, ഈ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആനന്ദമഠമാണല്ലോ നോവൽ. ആ നോവലിലാണ് എന്തുള്ളത്, വന്ദേ മാതരം ഉള്ളത് അല്ലേ. ആനന്ദമഠം എന്ന നോവലിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് നരേഷ് ചന്ദ്ര സെൻ ഗുപ്ത. ഓക്കെ, നരേഷ് ചന്ദ്ര സെൻ ഗുപ്തയാണ് ആനന്ദമഠത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദ നോവൽ ആനന്ദമഠ ഈസ് നോൺ ആസ് ദ ആബി ഓഫ് ബ്ലിസ്. ദ ആബി ഓഫ് ബ്ലിസ് എന്നുള്ളതാണിത് ആനന്ദമഠത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ആനന്ദമഠത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് ആര്, നരേഷ് ചന്ദ്ര സെൻ ഗുപ്ത. വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അരബിന്ദോ ഘോഷ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ദേശീയ ഗീതവുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വയ്ക്കണം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം, ദേശീയ ഗീതം, പിന്നെന്താ പറഞ്ഞത്, ദേശീയ ഗാനം അല്ലേ, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെറ്റ്യൂസ് എഡ്യൂടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്യുക. താങ്ക്